ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡില് ജയിലിൽ വെച്ച് അനീഷ് ആദിലയോട് പറഞ്ഞ ആ ഒരു കാര്യം, ആദിലയുടെയും നൂറയുടെയും ഫാമിലീസ് ഒരുമിച്ച് ഈ ഹൗസിനകത്തേക്ക് വരണം എന്ന ഇവിടെ എന്നേക്കാൾ ആഗ്രഹിക്കുന്ന മറ്റാരുമില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ഉമ്മമാരും പിന്നെ സിബ്ലിങ്സും കൂടി ഇതിനകത്തേക്ക് വരണം. ഈ രീതിയിൽ അനീഷ് ആദിലയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ആദിലയുടെ മുഖത്തെ ഒരു തെളിച്ചം കാണുന്നായിരുന്നു കേട്ടോ. അങ്ങനെ വല്ലതും ഉണ്ടായാൽ അത് ആദിലയുടെ ഏറ്റവും വലിയ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്നാണ് പറയുന്നത് അനീഷിന്റെ അടുത്ത്. മുഖം നല്ല തെളിച്ചം ഉണ്ടായത് പറഞ്ഞപ്പോ. പിന്നെ എപ്പിസോഡിനകത്ത് ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, അതില് ബേസിക്കലി കാണിക്കാൻ ശ്രമിക്കുന്ന പോലെ വലിയ ടഫായിട്ടുള്ള കടുംവെട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല. ഈ കടുംപിടുത്തം പിടിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നും അല്ല. തന്റേതായ കുറ്റങ്ങളും കുറവുകളും വൾണറബിലിറ്റീസും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നൂറ് അത് പറഞ്ഞ് ഗൈഡ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. ജയിലിൽ പോയിട്ടാണെങ്കിലും വഴക്കൊന്നും ഉണ്ടാക്കരുത്, സോറി പറയേണ്ട സ്ഥലത്ത് സോറി പറയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അനീഷിന്റെ അടുത്ത് ഈ രീതി പറയുന്നുണ്ട്. നൂറയുടെ അടുത്ത് ചേട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, അവൾക്ക് അത് ഫീലായി എന്ന്. ഈ കഴിഞ്ഞ ആഴ്ച ഇവര് തമ്മിലുണ്ടായ എല്ലാ പ്രശ്നത്തിനും കാരണം ഇതാണെന്ന് തോന്നിപ്പോകും കേട്ടോ. ആ രീതിയിലാണ് ആദില ഇത് ചോദിക്കുന്നത്. അത്രയും സിമ്പിൾ ആയിട്ടാണ് ഇവര് ജയിലിലിരുന്ന് സംസാരിച്ചത്, ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ കമ്പനി ആയതും. അനീഷിനെ പറ്റി പറയാനാണെങ്കിൽ സാധാരണക്കാരന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിൽ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളപ്പോൾ പോലും അതിലൂടെ ആ രീതിയിൽ അനീഷ് സംസാരിച്ചിട്ടില്ല. ഒരു മിനിമം ഒരു റെസ്പെക്ട് വെച്ച് പുലർത്തിയിട്ടാണ് അനീഷ് സംസാരിച്ചിട്ടുള്ളത് മൊത്തം. ഇന്ന് രാവിലെ സഹി കെട്ടപ്പോൾ അനീഷ് പറഞ്ഞിരുന്നു അതേ നാണയത്തിൽ തിരിച്ചു തരും എന്നുള്ളൊരു കാര്യം. അപ്പോ ഈ എപ്പിസോഡിൽ തന്നെ അനീഷ് പറയുന്നുണ്ട്, ഞാൻ എന്റെ അനിയനെയും ഇതേപോലെയാണ് വിളിക്കുക, എനിക്ക് വാ വാ എന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്ന അനീഷ് പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് മനസ്സിലായി അനീഷ് ഒരു പച്ചയായ മനുഷ്യനാണ്. പുള്ളി ഈ രീതിയിലേ നിൽക്കുള്ളൂ, ആ കർക്കശവും കാര്യങ്ങളൊന്നും വിടത്തൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം അതിലേക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി. ഇതായിരുന്നു ഇവർ തമ്മിലുണ്ടായ ആ ഒരു ഡിസ്കഷൻ. പിന്നെ എന്താണ് ഇവർക്ക് ബിഗ് ബോസ് കൊടുത്ത ക്ലാസിക് ജയിൽ ടാസ്കിൽ ഒന്നായിട്ടുള്ള മുത്തു കോർക്കുന്ന ആ ഒരു ടാസ്ക് ആണ്. ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു ജയിലിൽ വെച്ചിട്ട്. മിക്കവാറും നാളെ രാവിലെ ഇവര് റിലീസ് ആവത്തുള്ളൂ. കൂടുതൽ ജയിൽ ലവേഴ്സ് ആണ് ഈ ആഴ്ച. ജിസയിലും അനുമോളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ജയിലിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അനീഷും ആദിലയായിരിക്കും. കാരണം ഇന്ന് 4 മണിക്കോ മറ്റോ ആണ് അവര് പ്രവേശിച്ചത് ജയിലിനകത്തേക്ക്. പക്ഷെ രണ്ടുപേരും വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച പോലെ തോന്നി ജയിലിനകത്ത് വെച്ചിട്ട്. നല്ല രീതിയിൽ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു അപ്രോച്ചിൽ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗെയിമിനപ്പുറത്തേക്ക് മനുഷ്യന്മാരെന്ന നിലയിൽ ഇവർ അടുത്തറിഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. കാരണം ലൈവിനകത്ത് ഇവർ ഇച്ചിരി കോൺവെർസേഷൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഷാനവാസിന്റെ പദ്ധതി എന്തായാലും ഒരു വിജയമായിരുന്നു. കച്ചറയും വഴക്കും ഒക്കെ സോൾവ് ആക്കിയിട്ട് രണ്ടുപേരും പുറത്തിറങ്ങത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.